عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. فصل في الأوقات المكروهة. കറാഹത്തായ സമയങ്ങൾ, നിസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങളെക്കുറിച്ചാണ്. അതിന് മുമ്പുണ്ടല്ലേ കുറച്ച് ഉണ്ടോ? അപ്പോൾ പറഞ്ഞല്ലോ അല്ലേ, നിസ്കാരം സഹിയാവൂല എന്ന് പറഞ്ഞു. യെസ്, യജിബു അദാഉ മാ വജബ ഫിഹ. ഈ മൂന്ന് സമയത്ത് നിസ്കരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞു, നിസ്കാരം സഹിയാവൂല എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഈ മൂന്ന് സമയത്തിൽ നിർബന്ധമായ നിസ്കാരം നിർവഹിക്കാം. ഉദാഹരണം, ഈ സമയത്ത് എന്തായി, ഇപ്പം അസറിന് ശേഷം മയ്യിത്ത് ഹാജറായി, ജനാസ വന്നു. അപ്പോൾ ആ സമയത്താണ് നിർബന്ധമായത്. ആ സമയത്ത് ഖുർആനിലെ തിലാവത്തിൻ്റെ ആയത്ത് വരും. അപ്പം തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നതുകൊണ്ടോ ആ സമയത്ത് ജനാസ നിസ്കരിക്കുന്നതുകൊണ്ടോ കുഴപ്പമില്ല. അൽ മുഖാത്തുൽ മക്റൂഹ. ഇവിടെ ഷാഫി മദ്ഹബ് ഹനഫി മദ്ഹബിൻ്റെ വ്യത്യാസമുണ്ട്. ഈ മൂന്ന് സമയത്ത് ഫർളും വാജിബും ഒന്നും സഹിയാവൂല എന്നാണ് പറയുന്നത്. ഷാഫി മദ്ഹബിൽ ഫർള് സഹിയാകും, സുന്നത്തിനെ പ്രശ്നമുള്ളൂ. മറ്റേ ഫർളും വാജിബും ഒന്നും സഹിയാകൂല എന്നാണ് പറയുന്നത്. ഷാഫി മദ്ഹബിലോ കാരണമില്ലാത്ത സുന്നത്തസ്കാരങ്ങൾ മാത്രമേ ഹറാമാകുന്നുള്ളൂ, ആരും സഹിയാകും. അപ്പോൾ യസിഹു അദാഉ മാ വജബ ഫിഹ. ഈ സമയത്തിൽ നിർബന്ധമായ നിസ്കാരം നിർവഹിക്കൽ അനുവദനീയമാണ്. പക്ഷേ കറാഹത്തിൻ്റെ ഹറാമൊന്നുമില്ല, കറാഹത്തോടു കൂടെ. ജനാസത്തിൻ ഹദറത്ത്, മുന്നിൽ ഹാജറായ ഒരു ജനാസ പോലെ. സജദത്തി ആയത്തിൻ്റെ സുജൂദ് പോലെ. തുലിയത്ത്, ആ ആയത്ത് പാരായണം ചെയ്യപ്പെട്ടു ഫിഹ, ഈ സമയത്ത്. അല്ലെങ്കിൽ ഈ സമയത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കിയത്. അപ്പോൾ ഇതൊക്കെ നാഖിസായ സമയമാണ്. അതാണ് കറാഹത്ത് വരാൻ കാരണം. ഏതുപോലെ കമാ സഹ അസ്റുൽ യൗമി ഇൻദൽ ഖുറൂബി. അന്നത്തെ അസ്ർ സഹിയാണല്ലോ. ഇൻദൽ ഖുറൂബി, ഓരോ ദിവസത്തെയും അസ്ർ സഹിയാണല്ലോ ഖുറൂബിൻ്റെ സമയത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഖുറൂബ് വരെ സൂര്യൻ്റെ നിറം മാറി അസ്തമയം വരെ നിസ്കരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയാണ് എന്ത്, അസ്ർ നിസ്കരിക്കാം. കാരണം അസ്റുൽ യൗമാണ്, അസ്റുൽ യൗം, അന്നത്തെ ആ ദിവസത്തെ അസ്ർ. അവിടെ ഖുറൂബിനെ നിർവഹിക്കാം. മാൽ കറാഹത്തി, കറാഹത്ത് ഉണ്ട്. കറാഹത്ത് ഉണ്ട് എന്ന് പറയാൻ കാരണം ആ സമയത്തേക്ക് അസ്ർ ബന്ധിക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. ആ സമയത്തേക്ക് അസ്ർ ബന്ധിക്കൽ കറാഹത്താണല്ലോ. അസ്ർ ആ സമയത്തേക്ക് ബന്ധിക്കൽ എന്താണ്, കറാഹത്താണ്. നമ്മൾ പറഞ്ഞ എന്താണ്, അസ്ർ ബന്ധിക്കൽ സുന്നത്താണ്. മാലം തതഗയ്യർ ശംസുന, സൂര്യൻ്റെ നിറം മാറാത്ത കാലത്തോളം. അപ്പോൾ പിന്നെ ആ നിറം മാറുന്ന സമയത്തേക്ക് ബന്ധിക്കൽ ഏതാണ്, അതിൻ്റെ വെളിച്ചം പോകുന്ന സമയത്തേക്ക്, മഞ്ഞ കളറാകുന്ന സമയത്തേക്ക് ബന്ധിക്കൽ കറാഹത്താണ്. പിന്നെ ഇനി വഖബല സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരത്തിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹദീസുണ്ട്, എല്ലാ ഭാഗത്തിൻ്റെ ഇടയിൽ നിസ്കാരമുണ്ട് മഗ്രിബ് ഒഴികെ എന്നൊരു ഹദീസുണ്ട്. ശാഫിഈ മദ്ഹബിൽ ഉണ്ടല്ലേ അവിടെ. നേർച്ച നിസ്കാരം പോലെ, അതേമാതിരി തവാഫിൻ്റെ 2 റക്അത്തൊക്കെ പോലെ. പിന്നെ തുലൂൽ ഒക്കെ ഉണ്ടല്ലേ ഞങ്ങളെ കിതാബിൽ.
ആ തുലൂൽ ഫജറിന് ശേഷം നിസ്കരിക്കൽ എന്താണ്? വലൗഖാത്തു സലാത്ത് ദിക്റു ഫിയ നാഫിലത്തു, അതല്ലേ? ഈ 3 സമയങ്ങളിൽ സുന്നത്ത് നിസ്കരിക്കൽ കറാഹത്താണ്, തഹ്രീമിൻ്റെ കറാഹത്ത്. വലൗകാന ലഹാ സബബുൻ, കാരണമുണ്ടെങ്കിലും. ഷാഫി മദ്ഹബിൽ കാരണം ഉണ്ടെങ്കിൽ കറാഹത്തില്ല എന്നാ പറയുന്നത്. ഷാഫി മദ്ഹബിലെ കാരണം ഇല്ലെങ്കിൽ എന്തില്ല, കാരണമുള്ള സുന്നത്സ്കാരാണെങ്കിൽ, ഇപ്പോൾ ഗ്രഹണം അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അത്തരം കാരണങ്ങളുണ്ടെങ്കിൽ കറാഹത്തും ഹറാമൊന്നും ഇല്ല എന്നാണ് ഷാഫി മദ്ഹബ് പറയുന്നത്. ഹനഫി മദ്ഹബിന് കാരണം ഉണ്ടെങ്കിൽ ആ സമയത്ത് സുന്നത്ത് നിസ്കരിക്കണ്ട എന്നുള്ളതാണ്. പിന്നെ നമ്മളെ കിതാബ് തന്നെ ഹനഫി ഷാഫി മദ്ഹബിൽ ഇക്റഹു തഹരീമൻ സലാത്തുല്ലാ സബബ ലഹാ എന്നാണ് ഇബാറത്ത്. കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരം തഹരീമിൻ്റെ കറാഹത്താണ് എന്നാണ് എല്ലാ കിതാബിലും ഉണ്ടാവുക. ഈ അടുത്ത് പിന്നെ ഫർദും സുന്നത്തിനൊക്കെ ഒരേ ഹുക്കുമാണ്, അതായത് മിക്കവാറും. ഇപ്പോൾ 3 സമയം തന്നെ ഇവിടെ പറഞ്ഞത്. അപ്പോൾ തീരെ കാരണമില്ലാത്ത നിസ്കാരം അല്ലെങ്കിൽ പിന്തിയ കാരണമുള്ള നിസ്കാരവും ഹറാമാണ് എന്നാണ് പറയുന്നത്. ഇസ്തിഹാറത്തിൻ്റെ നിസ്കാരം, ഇഹ്റാമൊക്കെ കെട്ടി ഇഹ്റാം ചെയ്തതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലുണ്ടല്ലോ, അത് കാരണം പിന്നെയാണ് വരുന്നത്. അല്ല, നിസ്കരിച്ചിട്ടാണല്ലോ ഇഹ്റാം ചെയ്യുക, അപ്പം കാരണം പിന്നെ വരുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ ഹറാം എന്ന് പറയുന്നത്. ഇപ്പോൾ വുളൂവിന് 2 റക്അത്ത്, തവാഫ്, തഹിയ്യത്ത്, ഗ്രഹണ നിസ്കാരം, മയ്യിത്ത് നിസ്കാരം, ഇതൊന്നും ഇനി ഗായിബായ മയ്യിത്താണെങ്കിലും ഇതൊന്നും ഹറാമില്ല. ഫർദ് ഖളാ വീട്ടുക. പിന്നെ ആവട്ടെ, അടുത്തത് വലൗകാന ലഹാ സബബുൻ, അതിന് കാരണമുണ്ടെങ്കിലും. അതാണ് നമ്മളെ ഷാഫി മദ്ഹബിൻ്റെ റദ്ദാണത്. കൽ മൻസൂരി, നേർച്ച നിസ്കാരം പോലെ, റക്അത്തെ തവാഫി, തവാഫിന് 2 റക്അത്ത്, വുളൂവിന് 2 റക്അത്ത്, പള്ളീൻ്റെ തഹിയ്യത്ത്, റവാത്തിബ് സുന്നത്ത് ഒക്കെ ഹറാമാണ്. വൈക്റഹു തനഫുൽ ബഅദ തുലൂഇൽ ഫജ്രി, ഇനി ഫജ്ർ വെളിവായതിനു ശേഷം, തുലൂൽ ഫജ്റില്ലേ, സുബൈൻ്റെ ബാങ്ക് കൊടുക്കുന്ന സമയം, അതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. ബിഅക്സറ മിൻ സുന്നത്തിഹി, ഫജ്റിൻ്റെ സുന്നത്തിനേക്കാൾ കൂടുതലായിട്ട്. അതായത് സുബൈൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, അതിലേറെ നിസ്കരിക്കാൻ പാടില്ല. ഷാഫി മദ്ഹബിൽ നിസ്കരിക്കാം, പക്ഷേ എങ്ങനെയൊന്നുണ്ട്, ആ സമയത്ത് നിസ്കാരം മത്ലൂബല്ലാത്തതുകൊണ്ട് സുബൈൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരനെ ചുരുക്കണം എന്നാണ് മദ്ഹബ്. നീട്ടരുത് എന്നൊക്കെ ഒരു നമ്മളെ ഹുക്കുമുണ്ട് ഷാഫി മദ്ഹബിൽ. നിസ്കരിച്ചാൽ കുഴപ്പമൊന്നുമില്ല. വബഅദ സ്വലാത്തിഹി, സുബൈൻ്റെ ഫർദിന് ശേഷം നിസ്കരിക്കൽ കറാഹത്താണ്. ഇവിടെ ഹറാം എന്ന് പറയുന്നില്ല, കറാഹത്ത്. വബഅദ സ്വലാത്തിൽ അസ്രി, അസ്ർ നിസ്കാരത്തിന് ശേഷവും കറാഹത്താണ്. അസ്ർ നിസ്കാരത്തിന് ശേഷവും കറാഹത്താണ്. ഷാഫി മദ്ഹബില് സുബഹി നമസ്കരിച്ച് കഴിഞ്ഞിട്ട് ആ സുന്നത്ത് നിസ്കരിക്കത്തില്ലേ? ഖളാ വിട്ടാ അതിന് കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തുലൂ ശംസ് മുതൽ സൂര്യൻ ഉയരുന്നത് വരെ നിസ്കാരം സഹിയാവൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവിടെ പറയുന്നത് സൂര്യ ഉദിക്കുന്നതിന് മുമ്പുള്ള സംസാരമാണ് കേട്ടോ. ഇവിടെ ഇപ്പൊ പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സംസാരമാണ്.
നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാലേ ഫർദ് നിസ്കരിച്ചതിന് ശേഷം സുന്നത്ത് കറാഹത്ത എന്ന് പറയുന്നത് സൂര്യ ഉദിക്കുന്നതിന് മുമ്പാണ്. സൂര്യ ഉദിച്ചതിന് ശേഷം പിന്നെ ഹറാമല്ലേ? ഓ ബാദ സ്വലാത്തിൽ അസരി, അസർ ഫർദ് നിസ്കരിച്ചതിന് ശേഷവും സുന്നത്ത് നിസ്കാരം കറാഹത്താണ്. ഓക്കെ. സൂര്യൻ ഉച്ചതിന് ശേഷം എന്നാണോ അതിന്റെ അല്ല, സൂര്യ ഉദിക്കുന്നതിന് മുമ്പേ ഫജ്ർ വെളിവാകാന്നല്ലേ പറഞ്ഞത്? സൂര്യ ഉദിക്കുന്നതിന് മുമ്പല്ലേ? ഫജ്ർ വെളിവാകാന്ന് പറഞ്ഞാൽ സുബയാൻ കൊടുക്കുന്ന സമയത്തല്ലേ ഉണ്ടാവുക? അപ്പൊ സൂര്യ ഉദിച്ചതിന്റെ സമയത്ത് സൂര്യ ഉദിക്കുന്നത് വരെ, ഉയരുന്നത് വരെ നിസ്കരിക്കലും ഹറാമാ നേരത്തെ പറഞ്ഞില്ലേ, ഫർളും വാജിബൊക്കെ. ഇവിടെ പറഞ്ഞ എന്താ? സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് സുബഹി നിസ്കരിച്ചതിന് ശേഷം കറാഹത്ത് വരും, അങ്ങനല്ലേ കൂട്ടി വായിക്കുമ്പോ? ഓക്കെ. ഇനി അടുത്തത് എന്താ? അടുത്തത് സുബഹി മഗ്‌രിബ് നിസ്കാരത്തിന് മുമ്പും കറാഹത്താണ്. ഷാഫി മദ്ഹബിൽ കറാഹത്തില്ല, സുന്നത്താണ് എന്നാണ്. വഇൻദ ഖുറൂജ് ഖതീബി, ഖതീബ് പുറപ്പെടുന്ന സമയത്തും അത്താഫ്രം നിസ്കാരം കഴിയുന്നവരെ. ഇത് വെള്ളിയാഴ്ച ഖതീബ് പുറപ്പെടൂലേ? പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ഖതീബ് റൂമിലായിരിക്കുമല്ലോ, അയാളിങ്ങോട്ട് വരികയല്ലേ ചെയ്യുക. ഖതീബ് മിമ്പറിലേക്ക് പുറപ്പെട്ട സമയത്ത് ഹറാമാണ്, കറാഹത്താണ് നിസ്കാരം കഴിയുന്നത് വരെ. പറ്റില്ല. നമ്മളേൽ തായ്യത്തൊക്കെ പറ്റും, പെട്ടെന്ന് നിർവഹിക്കാൻ പറ്റും. ഖതീബ് പുറപ്പെട്ട സമയത്ത് നിസ്കാരം കഴിയുന്നത് വരെ. അപ്പോൾ ജുമുഅ ആകാം, പെരുന്നാളാകാം, ഹജ്ജാകാം, അങ്ങനൊക്കെ ഉണ്ട്. ഗ്രഹനസ്കാരം, മഴത്തേട് നിസ്കാരം, അതിനൊക്കെ ഉണ്ടല്ലോ ഖതീബ് പുറപ്പെടലേ. നിസ്കാരം കറാഹത്താണ്. വഇൻദൽ ഇഖാമത്തി, ഇഖാമത്തിന്റെ സമയത്തും കറാഹത്താണ്. അത് നമ്മളെ മദ്ഹബിലുണ്ട്. ഇല്ലാ സുന്നത്തുൽ ഫജ്രി, ഫജ്റിന്റെ സുന്നത്ത് ഒഴികെ, സുബഹിസ്കാരത്തിന്റെ സുന്നത്ത് ഒഴികെ ബാക്കി ഇഖാമത്തിന്റെ സമയത്ത് ഏത് ഫർദ് നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താൽ പിന്നെ നിസ്കാരത്തിൽ പ്രവേശിക്കൽ കറാഹത്താണ്. ഖബലൽ ഈദി, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് നിസ്കാരമില്ല. വലോ ഫിൽ മൻസിൽ, അത് വീട്ടിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ പോലും പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വീട്ടിൽ നിസ്കരിക്കാൻ പാടില്ല. വലോ ഫിൽ മൻസിലി ബാദോ, പെരുന്നാൾ നിസ്കരിച്ചിട്ടും കറാഹത്താണ്. ഫിൽ മസ്ജിദ്, പള്ളി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ പോയിക്കോണം, പിന്നെ നിസ്കരിച്ച് ഉത്തരക്കരുത്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഹുക്മ എടുക്കുന്നത്. ശരിയാ. ഈ ഖതീബ് മിമ്പറിൽ കയറിയതിന് ശേഷം നമ്മൾ പറയലേ, ഖതീബ് മിമ്പറിൽ ഇരുന്നതിന് ശേഷം ഹറാമാണ് നിസ്കരിക്കല്. നിസ്കാരം ഖുത്ബ കേൾക്കണില്ല, എന്നാൽ പോലും ഫർദ് നിസ്കരിക്കാൻ പാടില്ല, സുന്നത്തൊന്നും നിസ്കരിക്കാൻ പാടില്ല. കൊച്ചി കിതാബിലൊക്കെ അങ്ങനെ എഴുതിയേക്കുന്നത് മെമ്പറിൽ കയറുന്ന അവസരത്തിൽ. അതേമാതിരി ഇപ്പൊ കറാഹത്തായ സമയത്തുള്ള നിസ്കാരം സഹീ അല്ലല്ലോ അല്ലേ? ഷാഫി മദ്ഹബിലും സഹീ അല്ല കറാഹത്തായ സമയത്തുള്ള നിസ്കാരം. ഇവിടെയും സഹീ അല്ല. ആരെങ്കിലും നിസ്കരിക്കാണ്ട് നിൽക്കുക, അപ്പോഴാണ് ഖതീബ് വരുന്നതെങ്കിൽ ആ നിസ്കാരം പെട്ടെന്ന് എന്ത് ചെയ്യണം? ചുരുക്കണം. അതിലിപ്പോ ഒരു തഹിയ്യത്ത് നിസ്കാരം സുന്നത്തുള്ളൂ.
ഷാഫി മദ്ഹബിലെ തയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ സുന്നത്തൊന്നും എടുക്കാൻ പാടില്ല, വാജിബാത്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. വാജിബ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഫാത്തിഹ ഓതാ, സൂറത്ത് ഓതാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു നിയമമുണ്ട്. അപ്പോൾ അവിടെ ഖുതുബക്ക് അത്രയും ഗൗരവം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഓരോന്നിൻ്റെയും സമയത്തിൻ്റെ അമലുണ്ടല്ലോ, അതിനെ നമ്മൾ ബഹുമാനിക്കുക, മാനിക്കുക എന്നുള്ളതാണ്. അയാളെ ഖുതുബ കേൾക്കുന്നുണ്ടോ കേൾക്കണില്ല എന്നുള്ളതൊന്നും വിഷയമല്ല. ആ സമയത്ത് എല്ലാവരും അവിടെ ഇങ്ങനെ മൗനികളായിട്ട് ഇങ്ങനെ ഇരിക്കുക. അവിടെ നിൽക്കാരം പോലും പാടില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. ഒരാളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ മറ്റുള്ളവർ ഇങ്ങനെ നിസ്കരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പ്രസംഗിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ്, നിസ്കരിക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാരൊന്നും ഒന്നും പരിഗണിക്കൂല. അവരെല്ലാം പ്രസംഗം നടക്കുന്നത് എപ്പുറത്ത് പോയാൽ തെക്ബീറത്തുൽ കിട്ടും. അത് ഹറാമാന്നും അറിയില്ല, ജുമാ അല്ലാത്ത ഹറാമല്ല. എന്നാലും അതൊക്കെ ഒരു ഭംഗികേടാണ്. കാരണം ഓരോ സമയത്തിൻ്റെയും അദബ് പാലിക്കുക എന്നുള്ളതാണ്. ശരി. അതെ, ഖതീബ് ചൊല്ലിയ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയണം. അല്ലാതെ ഇവരിവിടെ ഓത്തും പാട്ടും ഒന്നും പാടില്ല. നേരത്ത് അവിടെ മിണ്ടാതെ ഇരിക്കുക, കേൾക്കുക എന്നുള്ളൊരു അമല് മാത്രം അവർക്കുള്ളത്. കേൾക്കണില്ലെങ്കിൽ അവിടെ കുത്തിരിക്കുക എന്നുള്ളത്. ഖതീബിൻ്റെ ആ അമല് അള്ളാഹു നിശ്ചയിച്ച അമലാണ്. ആ അമല് ഖതീബ് ചെയ്യാതെ കേൾക്കുക എന്നുള്ളത് അടിമകളെയും കടപ്പാട്. ശരി. ഈദി, പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് വരവ് ഫിൽ മൻസിലി, ആ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് വീട്ടിലാണെങ്കിലും കറാഹത്താണ്. അതായത് പെരുന്നാളിന് ശേഷവും പള്ളിയിലിട്ടോ, വീട്ടിലല്ല. ബൈനൽ ജംഅൈനി ഫി അറഫ, അറഫയിൽ നിസ്കരിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ദൂരം അസുറും ജമ്മാക്കുമല്ലോ. ഹനഫി മദ്ഹബിൽ ആകെ ആ ജമ്മല്ലേ ഉള്ളൂ, ഹജ്ജിൻ്റെ വേളയിലല്ലേ. അവിടെയുള്ള ആ ജംഇൻ്റെ ഇടയിൽ നിസ്കരിക്കാൻ പാടില്ല, കറാഹത്താണ്. നമ്മളതിൽ മുവാലാത്ത് വേണമെന്ന് പറയുന്നുണ്ട് രണ്ട് നിസ്കാരത്തിനിടയിൽ. മുസ്ദലിഫ, മുസ്ദലിഫയിലെ ജമ്പിലും മഗ്രിബും ഇശയും കൂടി മുസ്ദലിഫയിൽ വെച്ചിട്ട് ജമ്മാക്കൂലേ, അവിടെ എന്ത് ചെയ്യാൻ പാടില്ല. മഗ്രിബിൻ്റെ സുന്നത്തൊന്നും നിസ്കരിക്കരുത്. മഗ്രിബ് കഴിഞ്ഞിട്ട് ഇശക്കരിക്കാൻ വേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല. പിന്നെ ബനായിട്ട് വലിയ നിസ്കാരക്കാരനാകണം. വഇൻദ ദീഖി വഖ്തിൽ മക്തുബതി, ഫർദ് നിസ്കാരത്തിൻ്റെ സമയം പരിമിതമാകുമ്പോൾ അവിടെ സുന്നത്ത് കരിക്കാന്ന ഫർദ് ഖളാവൂലേ. മുദാഫനത്തിൽ അഖ്ബസീൻ, രണ്ട് അഖ്ബസ് എന്ന് പറഞ്ഞാൽ കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ഉണ്ടാകുന്ന സമയത്ത് അപ്പോഴും കറാഹത്താണ്. ബൗലും ഹായിത്തും അല്ലെങ്കിൽ രീഹൊക്കെ പെട്ടു. വഹുലൂരി താമിൻ, ഭക്ഷണം ഹാജരാകപ്പെടും. എങ്ങനത്തെ ഭക്ഷണം? തതൂഖുഹു, ആ ഭക്ഷണത്തിന് ആശ വെക്കുന്നുണ്ട് നഫ്സുഹു, അവൻ്റെ നഫ്സ്. താക്കവൻ ആശിച്ചു, താക്ക യതൂഖു നഫീല്. വമാ യുസ്ഗിലുൽ ബാല, മനസ്സിനെ ചിന്തിപ്പിക്കുന്ന സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അളമത്തിനെ ഹാജരാക്കാനുള്ളതാണ് നിസ്കാരം. അള്ളാഹിൻ്റെ ഖിദ്മത്ത് നിർവഹിക്കാനുള്ളതാണ് നിസ്കാരം. അപ്പം അള്ളാഹിൻ്റെ അളമത്തും വലുപ്പവും ഹാജരാക്കുക എന്നുള്ള നിസ്കാരത്തിൻ്റെ പ്രത്യേകത. നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ പടച്ചോനെ മനസ്സിൽ കണ്ടിട്ട് അള്ളാഹിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് നിസ്കാരത്തിൻ്റെ മഖ്സൂദ്. അള്ളാഹുവിനെ തഅദീം ചെയ്യലാണ് നിസ്കാരത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ കുമ്പിടുന്നതും കിടക്കുന്നതൊക്കെ. നമ്മളത് അറിയണില്ല. നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും നിസ്കാരത്തിൻ്റെ മുഴുവൻ പ്രവൃത്തി നോക്കിയാൽ ഒരാളെ ബഹുമാനിക്കുന്ന പ്രവൃത്തിയാണ്. നമ്മൾ മനുഷ്യന്മാരെ ബഹുമാനിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുക? കൈ ഇങ്ങനെ കീഴടങ്ങുന്ന മാതിരി വെക്കും, ഇങ്ങനെ കുമ്പിടും, വേണമെങ്കിൽ കാല് കഴുകി കൊടുക്കും. അതൊക്കെ നമ്മളോട് നടക്കുന്നുണ്ട്. പിന്നെ നെറ്റി ഭൂമിയിൽ വെക്കും. ഇതൊക്കെയാണ് മനുഷ്യന്മാരെ ബഹുമാനിക്കുകയാണെങ്കിൽ പരമാവധി ചെയ്യുക. നമ്രശിരസ്കനായി എന്നൊക്കെ പറയില്ലേ, കുമ്പിട്ട് നിൽക്കുക, കൈ കൂപ്പുക എന്നുള്ളത്. ഈ പരിപാടിയൊക്കെ അള്ളാഹിനോടാണ് നമ്മൾ ചെയ്യണത് എന്ന് മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ അള്ളാഹിനെ ബഹുമാനിക്കലായി. നമ്മൾ ഓർക്കുന്നില്ല. അള്ളാഹു നമ്മളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അള്ളാഹു നമ്മൾ നോക്കുന്നുണ്ട്. എൻ്റെ മനസ്സിക്കാണ് നോക്കുന്നത്, എൻ്റെ ബഹുമാനം പടച്ചോൻ കാണുകയാണ്. അള്ളാഹിനെ വന്ദിക്കുക, തഅദീം. നിസ്കാരം കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിനെ വന്ദിക്കലും അവൻ്റെ മഹത്വം മനസ്സിൽ കൊണ്ടുവരലുമാണ്. അവ രാജാതിരാജനായ വലിയവനായ സർവശക്തനായ റബ്ബ് അവൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ് എന്ന് കരുതുക. ഏതുപോലെയെന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ഒരു വലിയ ഭരണാധികാരിൻ്റെ മുന്നിൽ നമ്മളിന്ന് നിൽക്കുകയാണെങ്കിൽ എത്ര ഭവ്യതയും ബഹുമാനവും വന്യതയും കാണിക്കും.
ഈ ഒരു ചിന്തയോടുകൂടി പടച്ചവന് മുമ്പ് നിൽക്കലാണ്. അപ്പോൾ മനസ്സിനെ ബാലി എന്ന് പറഞ്ഞ ഹൃദയത്തെ ജോലിയാക്കുന്ന സാധനം ഹാജരാകുമ്പോഴും നിസ്കാരം കറാഹത്താണ്, അത് അദബുകേടാണ്. യുഹില്ലു ബിൽ ഖുശൂ, നിസ്കാരത്തിലുള്ള ഖുശൂവിനെ നഷ്ടപ്പെടുത്തുന്ന സമയത്തും അഹല്ല അതാണ് അങ്ങനെ പറയാനുള്ള കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായാലും നൽകട്ടെ. അടുത്ത് ബാങ്കിൻ്റെ പാടാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അള്ളാഹു അവൻ്റെ മുത്തഖീങ്ങൾ പെടുത്തട്ടെ. അള്ളാഹിൻ്റെ ഖിദ്മത്ത് തഅളീമോടുകൂടി നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.